സുഹൃത്തുക്കളെ നമസ്കാരം. ഈ കഴിഞ്ഞ മെയ് 25 ശനിയാഴ്ച ഒരു മഹാസംഗമം തൃശ്ശൂർ ഹോട്ടൽ കാസിനോയിൽ വെച്ച് നടക്കുകയുണ്ടായി. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും 1970 കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ബാച്ചിൻ്റെ 50-ാം വാർഷികം 2020 നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ മൂലം നടക്കാതെ വരികയും അത് ഇപ്പോൾ 54-ാമത്തെ വർഷം നടക്കുകയുമാണ് ഉണ്ടായത്. ഇതിലൊരു ദുഃഖകരമായ വസ്തുത 20 നടക്കുമായിരുന്നെങ്കിൽ ഉണ്ടാകേണ്ടിയിരുന്ന പലരും നമ്മെ വിട്ടു പിരിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും പലരും 54 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന സംഗമവേളയ്ക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ മറ്റൊരു സ്വകാര്യ സന്തോഷം, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആദ്യ ബാച്ച് 1962 പുറത്തിറങ്ങിയ അതിന് ശേഷം അവരുടെ ഗോൾഡൻ ജൂബിലി മുതൽ 1974 ബാച്ചിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് വരെ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത് വളരെ വൈകിയാണെങ്കിലും നടന്ന് കാണുന്നതിലും അതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകരായി പ്രവർത്തിച്ചിരുന്നത് ശ്രീമാൻ ജയരാജ്, കേണൽ അയ്യപ്പ, ടി ബി ശ്രീനിവാസൻ, ബ്രിഗേഡിയർ ഉമ്മൻ ജോൺ, സുധീർ മോഹൻദാസ് എന്നിവരായിരുന്നു. അവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയും ഇവരെയൊക്കെ ഈ വൈകിയ വേളയിൽ നിന്ന് ഞാൻ പറയുന്നില്ല, ഈ യൗവനവേളയിൽ തന്നെ കാണാൻ സാധിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മീറ്റിങ്ങിന് എത്തിയവരിൽ ഏറ്റവും പ്രായം കൂടിയത് സിവിൽ ബ്രാഞ്ചിലുണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട തങ്കം ചേച്ചി, KS തങ്കം ചേച്ചി ആയിരുന്നു. തങ്കം ചേച്ചിയുടെ കൂടെ മകൾ റാണിയും പേരക്കുട്ടി അക്ഷിതയും മരുമകൻ പ്രശാന്ത് കുമാർ പള്ളിത്തൊട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തതിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഏറ്റവും പ്രായം കൂടിയ ആൾ തങ്കം ചേച്ചിയും ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ പ്രശാന്ത് കുമാറുമായിരുന്നു മരുമകൻ. കൂടാതെ 1970 ശേഷം വിവാഹിതരായ അല്ലെങ്കിൽ സീനിയർ മോസ്റ്റായ കപ്പിൾ ആരെന്നറിയാനുള്ള അന്വേഷണത്തിൽ വളരെ രസകരമായ ഒരു മറുപടിയാണ് വന്നത്. 1970 മുൻപേ തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വിവാഹിതനായ ശ്രീ കെമിക്കലിലെ കുഞ്ഞിസ്മയിലായിരുന്നു. ഇവരെയൊക്കെ പൊന്നാടയണിച്ച് ആദരിക്കുകയുണ്ടായി. വനിതാ വിഭാഗത്തിൽ നിന്ന് തങ്കം ചേച്ചിയെ കൂടാതെ ഇലക്ട്രിക്കലിലെ MN ചന്ദ്രിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ കെമിക്കലിൽ നിന്ന് ശ്രീ റബീദിൻ ജനറൽ ക്യാപ്റ്റനായിരുന്നു. അത്ലറ്റിക്സിലും ഹോക്കിയിലും കോളേജിനെ പ്രതിനിധീകരിച്ചിരുന്നു. ഇപ്പോൾ പാലക്കാട് താമസിക്കുന്നു. മെക്കാനിക്കലിലെ സുകുമാരൻ വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നു. ഗൾഫിലായിരുന്നു വളരെ വർഷങ്ങൾ. സുധീർ മോഹൻദാസ് കോളേജിൻ്റെ വോളിബോൾ ടീമിലും അത്ലറ്റിക് ടീമിലും അംഗമായിരുന്നു. ഷിപ്പിംഗ് കമ്പനികളിൽ ചീഫ് എഞ്ചിനീയറൊക്കെയായി സേവനമനുഷ്ഠിച്ച ശേഷം വിശ്രമ ജീവിതം നയിച്ചു വരുന്നു. പ്രീതി രാമൻകുട്ടി എന്ന് പരക്കെ അറിയപ്പെടുന്ന പി രാമൻകുട്ടി കൊടുങ്ങല്ലൂരിലെ പൊതു കാര്യ പ്രസക്തനായ വ്യക്തിയാണ്. അതിലൊരു തമാശ, ഇദ്ദേഹത്തിൻ്റെ പേര് ചില പത്രങ്ങളിലൊക്കെ അടിച്ചു വരുമ്പോൾ ശ്രീമതി പ്രീതി രാമൻകുട്ടി എന്ന് പ്രസിദ്ധം ചെയ്തു വരാറുണ്ട്. പിന്നീട് കേണൽ അയ്യപ്പ നമ്മുടെ കോളേജിനെയും യൂണിവേഴ്സിറ്റിയല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെയും കേരള യൂണിവേഴ്സിറ്റിയെയും
രണ്ട് ജില്ലകളെയും, എറണാകുളത്തെയും തൃശ്ശൂരെയും കേരള സംസ്ഥാനത്തെയും ഹോക്കിയിൽ പ്രതിനിധീകരിക്കുകയും ഒളിമ്പിക് ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്ത കേരളത്തിൽ നിന്നുള്ള അന്നത്തെ ഏക വ്യക്തിയാണ്. വളരെ സന്തോഷം തോന്നിയത് തൻ്റെ ശാരീരിക അവശതകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രകാശൻ രാജ സുഹൃത്തായ കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായി വിരമിച്ച രാമേന്ദ്രനുമൊത്ത് ഇതിൽ പങ്കെടുക്കാൻ എത്തി എന്നുള്ളതാണ്. മറ്റൊരു രാമേന്ദ്രൻ, മെക്കാനിക്കലിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന രാമേന്ദ്രൻ, ഫുട്ബോൾ ക്യാപ്റ്റനും ഒരു കാലത്ത് തൃശ്ശൂരിലെ സെവൻസ് ഫുട്ബോളുകളിലും ഇൻ്റർ കോളേജ് മത്സരങ്ങളിലും തിളങ്ങി നിന്നിരുന്ന KM മുസ്തഫ, അത്ലറ്റിക് രംഗത്തെ പ്രഗത്ഭനായിരുന്ന പോൾ തച്ചിൽ, വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ കോളേജിനെ പ്രതിനിധീകരിച്ചിരുന്ന AK പ്രകാശ്. ശ്രീനിവാസനെക്കുറിച്ച് പറഞ്ഞതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അദ്ദേഹം ഒരു ദിവസം കേരളത്തിലെ പത്രത്താളുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ആദ്യത്തെ കപ്പലായ റാണി പത്മിനി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റുവാങ്ങി കടലിലിറക്കി കൊണ്ടുപോയത് ചീഫ് എഞ്ചിനീയറായിരുന്ന ശ്രീനിവാസനായിരുന്നു. അദ്ദേഹം ഷിപ്പിംഗ് കോർപ്പറേഷനിൽ നിന്ന് തന്നെ എഞ്ചിനീയറിംഗ് സൂപ്രണ്ടായി വിരമിച്ചതിന് ശേഷം ചെന്നൈയിൽ സ്ഥിരതാമസം തുടരുന്നു. പിന്നീട് ഈ യോഗത്തിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഓടിപ്പാഞ്ഞെത്തിയ പോൾ തരകനും ഭാര്യ ഷൈല തരകനും. പോൾ തരകൻ നമ്മുടെ ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ ഒരു ശക്തി ദുർഗമായിരുന്നു. PWDയിൽ നിന്ന് വിരമിച്ച ശ്രീവത്സകൃഷ്ണൻ, ഉദയശങ്കർ, PK ശിവശങ്കരൻ എന്നിവരുടെയും സാന്നിധ്യം പ്രത്യേകം പരാമർശമാക്കിയിരുന്നു. ശ്രീമാൻ MS രാമചന്ദ്രൻ മുൻപ് നഗരസഭ ചെയർപേഴ്സൺ, ഗുരുവായൂർ നഗരസഭ അധ്യക്ഷയായിരുന്ന ഭാര്യ രേവതിയും ഒന്നിച്ച് പങ്കെടുക്കാനെത്തിയിരുന്നു. കോളേജിലെ അന്നത്തെ ഒരു വിപ്ലവ തീപ്പന്തമായിരുന്ന ശ്രീ KG ധനഞ്ജയൻ, അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് DK മച്ചിങ്ങൽ എന്നാണ്, ജർമ്മനിയിലെ വലിയ ഒരു ഡെലിഗേഷനുമായി ഇവിടെ ഇന്ത്യയിലെ ചില ഇതുകൾക്കൊക്കെ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ കോളേജിൽ നിന്ന് വിട്ടതിന് ശേഷം കാണുന്നത്. ഇലക്ട്രിക്കലിലെ ശ്രീ CA ബേബി, പിന്നീട് ഒരു പ്രധാന വ്യക്തി ശ്രീ MD മാത്യു. അന്ന് അദ്ദേഹമൊക്കെ എൻ്റെ ഒരു ആരാധനാപാത്രമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ ജാവലിൻ ത്രോ റെക്കോർഡ് ഹോൾഡറാണ്. കൂടാതെ സ്പ്രിൻ്റ് ഇനങ്ങളിലും അദ്ദേഹത്തിൻ്റെ മായാത്ത മുദ്ര പതിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം NIS കോച്ചിങ്ങിന് ശേഷം എൻ്റെ സഹപാഠിയും എൻ്റെ കോച്ചുമായി തീരാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഞാൻ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹം സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഓഫീസറായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് അന്ന് കഴിഞ്ഞു പോയത്. അതോടൊന്നിച്ച് ശ്രീമാൻ ജയരാജ് നമ്മുടെ ഹോക്കി ടീം അംഗമായിരുന്നു. അതുകൂടാതെ ജയരാജിൻ്റെ ഒപ്പം തന്നെയുള്ള ഞങ്ങൾ കാക്കു എന്ന് വിളിക്കുന്ന ജോസഫ് കാക്കശ്ശേരി. ജയരാജിൻ്റെ കലാനൈപുണ്യത്തിന് തെളിവായി ഇതോടനുബന്ധിച്ച് ഞാൻ കോളേജുകളിലെ പഴയ ഓർമ്മ അദ്ദേഹം പകർത്തിയത് അന്നത്തെ ഗാനശകലങ്ങൾ ചേർത്തുകൊണ്ടും വിട്ടുപോയവരെക്കുറിച്ചുള്ള ഒരു അനുശോചന രൂപത്തിലുള്ള ഒരു സന്ദേശം അതിൻ്റെ ശബ്ദവീചികളിലൂടെ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. ജയരാജ് കോളേജിലെ ഹോക്കി ടീം അംഗവും ഫൈൻ ആർട്സ് ക്ലബിൻ്റെ ഒരു നെടുന്തൂണുമായിരുന്നു. കോഴിക്കോട്ടെയും പല ഓർക്കസ്ട്രകളെയും ഭാഗമായി അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു എന്നാണ് അറിവ്. ഇതോടൊപ്പം അന്നത്തെ ചില മുഹൂർത്തങ്ങളും നേരത്തെ പറഞ്ഞ കോളേജിലെ ഓർമ്മകൾ കാണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പും അനുശോചന രൂപത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പും ചേർക്കുന്നു. ഇത് തയ്യാറാക്കുന്നതിൽ സഹായിച്ച
ശ്രീ ജയരാജനും ഫോട്ടോഗ്രാഫർ ശ്രീ നന്ദകുമാറിനും പ്രത്യേകം നന്ദി. ഒരു പ്രധാന വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ അടുത്ത നാട്ടുകാരനും വളരെ അടുത്ത സുഹൃത്തുമായ ശ്രീ KS ജോർജ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അത്ലറ്റിക് ഗ്രൗണ്ടുകളിലെ പുളകം കൊള്ളിച്ചിരുന്ന ഒരു സ്പ്രിൻ്ററായിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു MD മാത്യുവും ഉമ്മൻ ജോണും ഒക്കെ അടങ്ങുന്ന, കേശവാനന്ദം അടങ്ങുന്ന ടീമാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്ന കേരള യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 4x100 മീറ്റർ റിലേയിൽ 1ാം സ്ഥാനം നേടിയത്. പിന്നീടും ജോർജിൻ്റെ അത്ലറ്റിക് പ്രകടനങ്ങൾ തുടരുകയുണ്ടായി. ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ വിശ്രമ ജീവിതം നയിച്ചു വരുന്നു. കെമിക്കലിലെ ചെന്താമരാക്ഷൻ തൃശ്ശൂർ ജില്ലയെയും പാലക്കാട് ജില്ലയെയും ഹോക്കിയിൽ പ്രതിനിധീകരിക്കുകയും പിന്നീട് കേരള സംസ്ഥാന ടീമിൽ കളിക്കുകയും ചെയ്തു. അദ്ദേഹം ചിറ്റൂർ ഷുഗർ മില്ലിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. അക്കരക്കുണ്ടോ 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 വായോ 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 അക്കരക്കുണ്ടോ അക്കരക്കുണ്ടോ വായോ 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 നേരം പോ വെള്ളയുടുത്തു വെളുപ്പാങ്ക ഏഴ് സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാര തരളിത ഗാത്രികൾ വിവാഹപൂർവ രാത്രികൾ ഇനി ഏഴു സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാര തരളിത ഗാത്രികൾ വിവാഹപൂർവ രാത്രികൾ ഇനി ഏഴു സുന്ദര രാത്രികൾ. നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഉളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ
ശീതനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ താമസമെന്തേ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. അമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. ഒരു ഗാനം മാത്രമെൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ. അതികൂടമെന്നൂടെ
ും